സത്യത്തിൽ ഈ കേരളത്തിലെ ആ സിറ്റുവേഷൻ എന്താ? ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ഉണ്ടോ? ഞാനിപ്പോൾ ഇത് വിശദമായി ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വിഷയമാണ്. പ്രജ അറിയേണ്ടത് നമ്മളിപ്പോൾ വിജയ് മല്യ അല്ലേ, കാള് ഫിജിറ്റീവാണ്, കള്ളനാണ്, വൃത്തികെട്ടവനാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ കാരണം എന്താ? അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ് തകർന്നുപോയി. അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്ന മുഴുവൻ ചീറ്റിംഗ് കേസാണെന്ന് കൂടി ആലോചിക്കുന്നത്. ഈ ചീറ്റിംഗ് കേസ് എടുക്കുമ്പോൾ എന്നുള്ള പ്രശ്നം എന്ന് അറിയാമോ? ഒരു ദിവസം ജാമ്യം കിട്ടൂല പിടിക്കുമ്പോൾ തന്നെ. ഈ ചീറ്റിംഗ് കേസ് എടുക്കണമെങ്കിൽ എന്ത് വേണമെന്ന് പ്രജിതക്ക് അറിയോ? ചീറ്റിംഗ് കേസ് എടുക്കണമെങ്കിൽ വേണ്ടത്, നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ ആളുകളെ പറ്റിക്കാനുള്ള ലക്ഷ്യവുമായിട്ട് നിങ്ങൾ ഒരു കോൺസ്പിറസി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. അങ്ങനെ തുടങ്ങിയതാണോ വിജയ് മല്യ? പറയുമ്പോൾ ഇപ്പം എനിക്ക് ഭയങ്കര തെറിയായിരിക്കും. ഞാൻ വിജയ് മല്യയുടെ നിന്ന് കാശ് മേടിക്കുന്നതൊക്കെ ആളുകൾ പറയും. ഞാൻ വിജയ് മല്യയെ ഇന്നുവരെ കണ്ടിട്ടില്ല. പുള്ളി എനിക്ക് കാശ് തരാൻ പോലുള്ള, കാരണം പുള്ളി പൊട്ടിപ്പൊളിഞ്ഞു പോയല്ലോ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, പുള്ളിയുടെ അച്ഛനായിട്ട് തുടങ്ങിയ ബിസിനസ്സാണ്. അപ്പോൾ പുള്ളി മറ്റേ ഗൂഢാലോചനടുത്ത് ബിസിനസ് തുടങ്ങിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, പുള്ളി കുറച്ച് എക്സ്ട്രാ വകൻസ് കാണിച്ചു, ഒരു മിസ്മാനേജ്മെൻ്റ് ഉണ്ട്, പുള്ളിക്ക് ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ അറിയാൻ പാടില്ലായിരുന്നു എന്ന് നമുക്ക് പറയാം. അതിന് തെറ്റില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ? പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, പുള്ളി ചീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത് നിങ്ങൾ പറയരുത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വിജയ് മല്യ നമുക്ക് വരുത്തി വെച്ചേക്കുന്ന നഷ്ടം ഏതാണ്ട് 9,000 കോടി രൂപയിലധികമാണ്. അദ്ദേഹം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാറുന്നത്. ശരിയാണ്, അത് പാവപ്പെട്ടവൻ്റെ പണമല്ലേ, അത് പാവപ്പെട്ട ആളുകളുടെ ജനങ്ങളുടെ പണമല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കും. ഞാൻ തിരിച്ച് താങ്കളോട് ചോദിക്കുന്നു, 50,000 കോടിയാണല്ലോ എയർ ഇന്ത്യക്ക് നഷ്ടം. ഇത് പാവപ്പെട്ടവൻ്റെ പണമല്ലേ? നമ്മുടെ ടാക്സ് എടുത്തല്ലേ കൊടുക്കുന്നത്? ആരെങ്കിലും അക്കൗണ്ടബിളാണ്? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അവനൊരു പൊതുമേഖലാ സ്ഥാപനം ഭരിച്ച് മുടിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടണ്ട? ഉണ്ടാ? ഒറ്റ കേസേ ഉള്ളൂ. ഏതാണെന്നറിയാമോ പ്രജിത? ഈ ഒരു ചെറിയ 13 വയസ്സുള്ള ഒരു പെങ്കൊച്ചും അച്ഛനും കൂടിയിട്ട് ഈ ISROയിലേക്ക് പോകുന്ന ഒരു ഉപകരണം കാണാൻ വേണ്ടി വന്നായിരുന്നു. ഓർക്കണ്ട ആ സംഭവം, വലിയൊരു മെഷീനറി കൊണ്ടുപോയപ്പോൾ അത് കാണാൻ വേണ്ടി വന്നപ്പോൾ ഒരു പിങ്ക് പോലീസുകാർ ഇപ്പുറത്ത് നിന്ന് അവരുടെ ഫോൺ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഈ പെങ്കൊച്ചിനടക്കം തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. ചീത്ത വിളിച്ച് ആ പെങ്കൊച്ചാണ് മോഷ്ടിച്ചത്, നീയാണ് മോഷ്ടിച്ചത്, നീ കള്ളിയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ ഇവരുടെ ബാഗിൽ നിന്ന് ഇവരുടെ സഹപ്രവർത്തകനെ നോക്കിയപ്പോൾ ആ മൊബൈൽ കിട്ടി. സത്യത്തിൽ അവർ പിരിച്ചു വിട്ടു. അവരാദ്യം പിരിച്ചുകൊണ്ടല്ലേ? AD തോമസിന് തല്ലുകൊണ്ടപ്പോൾ ആളെ പിരിച്ചുകൊണ്ടതിന് മുമ്പ് ഇവർ പിരിച്ചുവിട്ടില്ല എന്ന് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ കോടതി ഇവരെ നഷ്ടപരിഹാരം കൊടുക്കാൻ 1.5 ലക്ഷം രൂപ വിധിച്ചു. ആ 1.5 ലക്ഷം രൂപ എവിടെ നിന്ന് എടുത്ത് കൊടുത്തെന്നറിയോ? നമ്മുടെ ടാക്സിൽ നിന്നുള്ള ഗവൺമെൻറ് കാശിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പോയി. പിന്നെ കോടതി വട്ടം പിടിച്ചുകൊണ്ട് അത് ഇവരുടെ വരുമാനത്തിൽ നിന്ന് എന്ത് ചെയ്തു? കൊടുത്തു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു 10 ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടുകയും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം മേടിക്കുകയും ചെയ്ത ഈ പണി നിൽക്കൂടാ. ഇവിടെ അങ്ങനെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല.